യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇന്നിവരുടെ ഇടയിൽ ദൈവശക്തി ചലിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം വെച്ച ദൂതുകൾ, ദൈവത്തിൻ്റെ ആലോചനകൾ കർത്താവെ അവരെ ടച്ച് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി വിസിബിളായി അവർക്ക് അറിയത്തക്ക രീതിയിൽ വെളിപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എനിക്ക് തന്ന വചനത്തിലേക്ക് പോകാം. Let's come to the word of God that the Lord has given me. എഫേസ്യർ 1:3. Ephesians chapter 1 verse 3. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. It says here, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. Blessed be God and Father of our Lord Jesus Christ, who has blessed us with every spiritual blessings in the heavenly places in Christ. മറ്റൊരു വാക്യമുണ്ട്, എഫേസ്യർ 2:6-7. The next Ephesians 2 verse 6 as well. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. And has raised us up together and made us sit together in the heavenly places in Christ Jesus. ദൈവം എന്നോട് പറഞ്ഞ ദൂതിലോട്ട് തന്നെ ഞാൻ പോകും. ഞാൻ പറയുന്നൊരു കാര്യം, ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ്. The Lord has placed us in a specific area. ഈ രണ്ട് വാക്യം നോക്കുവാണെങ്കിൽ അറിയാം, അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലോട്ട് പോകുന്ന സമയത്ത് ഹെവൻലി പ്ലേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെവൻലി പ്ലേസസ്. The word heavenly places mentioned in these two portions. ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, The first verse it says നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു. that you have been blessed with every spiritual blessings. മറ്റേ വാക്യത്തിൽ പറയുവാണ്, നിങ്ങളെ യേശുക്രിസ്തുവിന്റെ കൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു. The next portion it says you have been made to sit with Christ Jesus. രണ്ട് സ്ഥലങ്ങളിലും കോമൺ ആയിട്ടുള്ള കാര്യം ഹെവൻലി പ്ലേസസ് ആണ്. In both the verses we see the word heavenly places. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കും. ഇന്ന് ദൈവം എന്നോട് പറഞ്ഞ ആദ്യത്തെ റെവലേഷൻ, ഇവിടെ സൗഖ്യം വ്യാപരിക്കും. The first revelation which I received from the Lord is there's going to be a move of healing amongst us. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റിയലായിട്ട് ദൈവത്തിന്റെ സൗഖ്യം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. As the word of God is being ministered, the healing power is moving here. അത് നിങ്ങളുടെ ശരീരത്തിൽ അത് റിയലായിട്ട് നിങ്ങൾ അറിയാൻ വേണ്ടി പോകും. You're going to see it in your body in actual reality. ദൈവം പറഞ്ഞ കാര്യം, നമ്മൾ എവിടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് റെവലേഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യും. The word of God, the revelation of God is that if you truly understand where you have been placed as per the word of God, then you shall think of those things. നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹെവൻലി പ്ലേസസിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക. Because you are placed in the heavenly places, every spiritual blessings belonging to this heaven belongs to you. ഞാൻ പറഞ്ഞ കാര്യം റിയലായിട്ട് ഇതൊരു റിയാലിറ്റിയാണ്. അവിടുത്തെ സകലതും, സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടോ ആ സകലതും നിങ്ങളുടെ മേൽ ദൈവം തന്നിരിക്കുക. Whatever is there in the heavens has been given to you. സൗഖ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. സ്വർഗത്തിൽ രോഗമില്ല. Because healing is a gift of God, because there is no sickness in heaven. സ്വർഗത്തിൽ ഒന്നിനും കുറവില്ല. There is no lack in heaven. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒമാനിൽ താമസിക്കുക. ഒമാനിൽ നമ്മൾ കുറച്ച് നാളത്തേക്ക് താമസിക്കുകയാണ്. We all live in Oman for some time. ഒമാനിലെ നിയമത്തിന് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. We receive all that is pertaining to the law of Oman. അതേസമയം നമ്മൾ ഇവിടുത്തെ ഒരു പൗരനും കൂടി ആണെങ്കിൽ നമ്മുടെ ബെനിഫിറ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. But if we are a citizen of this land, our benefits are much more. എന്നാൽ നമ്മൾ ഇവിടുത്തെ രാജാവുമായിട്ട് കണക്ട് ചെയ്ത വ്യക്തികൾ എന്ന് വിചാരിക്കുക. നമ്മൾ രാജാവിന്റെ അടുത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് റിലേഷൻ ഉള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക. But imagine if you are a blood relationship with the king of this land. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിവിലേജ് അതിനേക്കാളും വലുതായിരിക്കും. If so, our privilege is even more. ഞാൻ രാജകൊട്ടാരത്തിൽ താമസിക്കുവാണെങ്കിൽ എനിക്ക് ലഭിക്കുന്നതെല്ലാം രാജാവിന്റെ കണക്ഷൻ ഉള്ള കാര്യങ്ങളായിരിക്കും. If I live in the palace of the king, whatever I receive will be connected to the level of the king. നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ട വ്യക്തികളാണെങ്കിൽ, if you have been placed in the heavenly places, നിങ്ങളെ ഫോളോ ചെയ്യുന്ന സ്വർഗത്തിലെ കാര്യങ്ങളായിരിക്കും. what shall follow you are the things of the heaven. ഇത് ദൈവം തന്ന റെവലേഷൻ. ഞാൻ വിശ്വസിക്കുന്നു ഇത് സംഭവിച്ചിരിക്കും. I believe this shall happen. കാര്യം ഏതൊരു അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നത് സ്പിരിച്വൽ തലത്തിൽ കൂടെയാണ്. Because every blessing that we receive is in the spiritual realms. നിങ്ങൾ ആത്മാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിൽ
നിങ്ങളുടെ ഭൗതികമായ ജീവിതത്തിൽ അത് വെളിപ്പെടും. If you have been blessed in the spiritual realms, that shall be shown in your financial realms അത് as well. സംഭവിക്കണമെങ്കിൽ For that to happen, നിങ്ങൾ ഇരിക്കുന്ന പ്ലേസ് ചേഞ്ച് ആവണം. the place where you are right now needs to change. നമുക്ക് ഒന്നെങ്കിൽ ഭൂമിയിലെ ആൾക്കാരെ പോലെ കഷ്ടപ്പെട്ട് വിഷമിച്ച് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാം. Either you can work just like any human on this earth by struggling and working hard, അല്ലെങ്കിൽ നിങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന പൊസിഷനെ കുറിച്ചുള്ള റെവലേഷൻ വെച്ച് രാജകീയമായിട്ട് ജീവിക്കാം. or you can live as a kingly position, understanding where you have been positioned by the word of God. ഇന്നിവിടെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബ്രദറിനെ എനിക്ക് അറിയത്തില്ല. I don't know the brother who was leading worship. ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം He is there right now. ദൈവം പറയുന്ന ഒരു കാര്യം, നിങ്ങളെ ദൈവം ഓൾറെഡി ഒരു പൊസിഷനിൽ വെച്ചിരിക്കുക. ദൈവം പറഞ്ഞ കാര്യം ഞാൻ കാണുന്നു, ഒരു തിമോത്തി ജനറേഷൻസ് നിങ്ങളെ എഴുന്നേറ്റ് വരാൻ വേണ്ടി പോവുക. ഞാൻ നിങ്ങളുടെ പുറകിൽ ഒത്തിരി യങ്സ്റ്റേഴ്സ് നിൽക്കുന്നത് കാണുക. നിങ്ങളൊരു പോഡിയത്തിൽ നിൽക്കുന്നു, അവിടെ ചുറ്റും ഒത്തിരി യങ്സ്റ്റേഴ്സ് ആരാധിക്കുന്നു, നിങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ വചനം റിലീസാകുന്നു. ഇതാ ഞാൻ കാണുന്നത്. ദൈവം പറയുന്ന ഒരു കാര്യം ഞാൻ കാണുന്നു, നിങ്ങൾക്ക് വേണ്ടി ടൊറൻറ്റോ കാനഡയിൽ ഒരു വഴി ഓപ്പൺ ആവുന്നു. ടൊറൻറ്റോ കാനഡ, എനിക്കറിയത്തില്ല എവിടെയാണ്, അങ്ങനെ വല്ല കണക്ഷൻ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കാര്യം, നിങ്ങൾക്ക് വേണ്ടി ആ വഴി ഓപ്പൺ ആവുക. കാര്യം ദൈവം അത് ഇവിടെ ഞാൻ ഈ പറയുന്ന അതേ വചനം മിനിസ്ട്രി കോളിംഗ് ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അത് സംഭവിക്കാൻ വേണ്ടി പോവുക. അധികം താമസിയാതെ ഞാൻ ഈ പറയുന്ന ഹെവൻലി റലംസുമായിട്ട് ബന്ധപ്പെട്ട റെവലേഷനുമായിട്ട് പുറത്തു വരും. ഞാൻ കാണുന്ന കാര്യം, നിങ്ങളുടെ കൈയാൽ നിങ്ങളുടെ വാക്കാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. രോഗികൾ സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഒരു റെവലേഷൻ, തിമോത്തി ജനറേഷൻ, അതിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നു. ഇപ്പൊ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഞാൻ അതുപോലെ റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവം പറയുന്ന കാര്യം, നിങ്ങളുടെ പ്ലേസ് ചേഞ്ച് ആകണം. നിങ്ങൾ ഭൂമിയിൽ നിന്നാൽ, ഭൂമിയിലെ ആൾക്കാരെ പോലെ ആയാൽ അങ്ങനെ നിങ്ങൾക്ക് പോകാം. When you are on earth, if you follow the traditions and customs of the world, you shall be one amongst them. പക്ഷെ ഞാൻ ഹെവൻലി പ്ലേസസിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റേഷൻസ് അങ്ങനെയായിരിക്കും. But if I am a person sitting in the heavenly places, my manifestations will be different. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, യോഹന്നാൻ 14:2. What Jesus says in John 14 verse 1, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. there are many places in my Father's house. If it were not so, I would have told you, I got to prepare a place for you. യേശു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുന്നു. Jesus says, I'm going to prepare a place for you. റിയാലിറ്റി സംഭവിച്ച കാര്യം, What reality is, യേശുവിൽ നിങ്ങളായ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. the moment you have been in Christ, there is a place that is already prepared for you. ഒരു ഹെവൻലി പ്ലേസസ് നിനക്ക് വേണ്ടി പ്രിപ്പയർ ആയി ഇന്ന് സ്പിരിച്വലി നിന്നെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. In the spiritual world, you have already been placed in this heavenly place. ഇത് കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തികളോട് പറയുവാണ്, If there's anyone who has not yet received the Lord as a Savior, let me tell you, നിങ്ങളുടെ അനുഗ്രഹം സ്പിരിച്വൽ ആണ്. your blessings are spiritual. ആ അനുഗ്രഹം മാനിഫെസ്റ്റഡ് ആവണമെങ്കിൽ നിങ്ങളുടെ പ്ലേസ് ചേഞ്ച് ആയേ പറ്റത്തുള്ളൂ. For that blessing to be manifested, your placing has to be changed. നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയത്ത്, The moment you receive the Lord as your Savior, വീണ്ടും ജനനം സംഭവിക്കുന്നു. when you have been born again, നിങ്ങളുടെ പൊസിഷൻ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പ്ലേസ് ചെയ്യപ്പെട്ടു. your position from earth is being placed in heaven. ഇത് നമ്മൾ എപ്പോഴും പറയും, യേശു എൻ്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ യേശു നടക്കുമ്പോൾ മൂവ് ചെയ്യും, നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ ഇപ്പോഴും അതോടെ കിടക്കുവാണ്, അത് റെവലേഷൻ ആയിട്ടില്ല. We always say, when we move, God is moving with us, the Lord is with us, but it's still just words, it's not yet revelation. യേശു നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനാൽ നിങ്ങൾ ഇപ്പോൾ സ്വർഗസ്ഥലത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. Because the Lord has prepared a place for you, you are in the heavenlies. സ്വർഗസ്ഥലത്തിൽ ഇരുത്തപ്പെട്ട വ്യക്തികളുടെ പ്രത്യേകത, എവറിഥിങ് ഈസ് പ്രിപ്പയർഡ് ഫോർ യു. എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. For those who are in the heavenlies, everything is prepared for you.
ഞാൻ ചില ആൾക്കാരെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ പറയാം അവരോട് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യം പ്രിപ്പയർ ചെയ്തപ്പെട്ടിരിക്കുക. When I pray for people, I tell them, do not be burdened about anything because it has been prepared for you. ഈ സഭയിലെ തന്നെ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥന സമയത്ത് ഞാൻ പറഞ്ഞു, പ്രിപ്പയർ ചെയ്തപ്പെട്ടിരിക്കുക, വിഷമിക്കണ്ട. A sister of our church, when I prayed for her, I told her, it's been ready, it's prepared for you, do not worry. കഴിഞ്ഞ ദിവസം വീഡിയോ കോളിൽ ആ പ്രിപ്പയർ ചെയ്യപ്പെട്ട സ്ഥലം മറ്റൊരു രാജ്യത്ത് നിന്ന് എന്നെ കാണിച്ചു തന്നു. And the last day, through a video call, she showed me the prepared place. ഞാൻ പറയുന്ന കാര്യം, What I'm trying to say, നിങ്ങൾ ഈ റെവലേഷനെ വിശ്വസിക്കുന്നുണ്ടോ? if you believe in this revelation, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണേ, if you believe in it, let me say, നിങ്ങൾക്ക് വേണ്ടി സകലതും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. everything is prepared for you. ഞാൻ പറയട്ടെ, ഒരു വാക്യം കൂടെ ഞാൻ പറയാം. 1 കൊരിന്ത്യർ 2:9. One more verse, 1 Corinthians. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. As is written, eye has not seen, nor ear heard, nor have entered into the heart of man the things which God has prepared for those who love him. ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം നമ്മൾ പലപ്പോഴും ആ വാക്യം വായിച്ചു പോകും, പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നതാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഓൾറെഡി ഒരുങ്ങിക്കഴിഞ്ഞു. What God has already prepared for those who love him. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ ഹെവൻലി പ്ലേസസിലാണെങ്കിൽ ഫസ്റ്റത്തെ കാര്യം, everything is prepared for you and at the right time it will come to you. Amen, amen. നിങ്ങൾക്ക് വേണ്ടി വരാൻ വേണ്ടി ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ള വ്യക്തികളോട് പറയുവാണ്, നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, എന്താണോ നിങ്ങളുടെ മൈൻഡിലുള്ളത് അത് വിട്ടുകളയുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു. Those who come for the first time, whatever is in your mind, leave it aside, for God has prepared the best way for you. ദൈവം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. God has prepared for you. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അനീഷ് പദന്റെ വൈഫിന്റെ തൊട്ട് ബാക്കിലിരിക്കുന്ന ആ റെഡ് ഷാൾ ഇട്ട സഹോദരിയോട് ദൈവം പറയുവാണ്, To the lady in the red shawl, to you. മലയാളം English. I see an influence that is coming from the enemy, and I can see that your mind is troubled. Every time you are receiving some negative image from the enemy, and this time God is going to break that yoke from your life. Amen. What I am saying is correct? Is it correct? Is it right? Is it right what I'm saying? Is it correct? Today God is breaking, and I can also see that everything is prepared for you. Whatever is you are thinking, whatever is your problem, I can see that you are thinking about many problems, and because of that you don't have sleep. Your mind is always in a state of confusion. But today God is breaking that from your life. From today onwards, you will have a sound sleep. And God is telling to you, don't worry, everything is prepared. Everything is prepared. ദൈവം പറഞ്ഞ കാര്യം എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. Everything is prepared for you. രണ്ടാമത്തെ കാര്യം, Second thing, നിങ്ങൾ സ്വർഗ്ഗസ്ഥലത്തിൽ ഇരിക്കുവാണെങ്കിൽ, if you are in the heavenly places, നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി തുടങ്ങും. you can hear the voice of God. കാര്യം യേശു പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എൻ്റെ ആടുകളാണെങ്കിൽ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കും. Because what Jesus said is, if you are my sheep, my sheep shall hear my voice. ഞാൻ ചോദിക്കുന്ന കാര്യം, നമ്മൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? How many of us have heard the voice of God? നമ്മൾ ആ വാക്യം വെച്ച് പ്രസംഗിക്കും, പക്ഷെ കേൾക്കുന്ന കുറച്ച് പേരെ കേൾക്കത്തുള്ളൂ. We all preach the word, but then it's very few who hear the voice of God. പക്ഷെ റിയാലിറ്റി, നിങ്ങൾ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന ആ റെവലേഷനിൽ സഞ്ചരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ റിയൽ ആയിട്ട് ശബ്ദം കേൾക്കും. But the truth, the reality is that if you understand that you are being placed in the heavenlies, you shall hear the voice of നമുക്കറിയാം, God. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ചില ശബ്ദങ്ങളെ കേട്ടു, അത് മനുഷ്യർക്ക് ഉച്ചരിച്ച് കൂടാത്ത ചില കാര്യങ്ങളാണ്. Apostle Paul says, I heard many utterings which cannot be spoken to man. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളിലൂടെ ചില റെവലേഷൻസിനെ ദൈവം പറഞ്ഞു തരാൻ വേണ്ടി പോവാ. If you believe, through you certain revelations will be explained. ഞാൻ ചില ശബ്ദങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. ആ സമയത്താണ് ഞാൻ ഗ്രൂപ്പിൽ ചില സമയത്ത് പോസ്റ്റ് ചെയ്യാറുള്ളത്. I hear certain voice from God and that I post in the group immediately. ചിലവർ വിചാരിക്കുന്നു പറഞ്ഞാൽ ചുമ്മാ ഒരു മെസ്സേജ് പോലെ ചുമ്മാ ടൈപ്പ് ചെയ്തിട്ടിരിക്കുക. Something is just a normal message. റിയാലിറ്റി എപ്പോഴൊക്കെ ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നോ ആ സമയത്ത് ഞാനത് പറയും. Whenever I hear from the Lord, I immediately post in the group. ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യം, What the Lord speaks to you, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല.
the Lord speaks to you, but you are not able to respond to it. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ കൂടുതൽ മെസ്സേജ് കിട്ടും. When you begin to respond, you'll be able to hear more and more. ഞാൻ ഒരു കാര്യം സഭയോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. Let me tell one thing to the church. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ അത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. I already posted in the group as well. ഞാൻ കേട്ട ഒരു ശബ്ദം. I heard a voice. ഞങ്ങൾ ഗാലയിലോട്ട് വന്നുകൊണ്ടിരിക്കുക കുറച്ച് നാളുകൾക്ക് മുമ്പ്. A couple of some time back we were coming to Gala. ദൈവം പറഞ്ഞു ഒക്ടോബറിൽ ഈ ഒമാനിൽ ഒരു വലിയ മഴയും പ്രളയം കൊണ്ട് വരാൻ വേണ്ടി പോവാ. The Lord spoke to me that there's going to be a big rain and flood in Oman. ദൈവത്തിൽ നിന്ന് കേട്ട കാര്യമാണ് പറഞ്ഞത്. I heard this from the Lord. അപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ഇട്ടു. I put a post in the group. കഴിഞ്ഞ ദിവസം ഒരു പോസിബിലിറ്റി ഒരു ന്യൂസ് വന്നിരിക്കുകയാണ്, ഒരു വെള്ളപ്പൊക്കത്തിന് സാധ്യത കാണുന്നു. And we heard the news that there's a possibility for floods and rain in the coming month. അതിന്റെ അർത്ഥം ഇത് വെള്ളപ്പൊക്കം വന്ന് വെള്ളം മരണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. I'm not saying that the rain should come, the flood should come, but we have a responsibility to pray about this. നിങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ വരാനുള്ളത് മാറിപ്പോകും. If we pray, what is supposed to come shall be diverted. കാര്യം നിങ്ങൾ ഇങ്ങനെയുള്ള ചില മെസ്സേജുകൾ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെക്കുറിച്ചായിരിക്കാം, എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ചെവി തുറന്നാൽ ഇത് വന്നുകൊണ്ടിരിക്കും. These kind of messages, if you open your ears, it will come to you about your fellow neighbor, maybe about your nation, whatever it is. ഇപ്പൊ തന്നെ ഞാനിത് പറയുന്ന സമയത്ത് രണ്ട് ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ജസ്റ്റ് മെസ്സേജ് ആയിട്ട് കേട്ടോണ്ടിരിക്കുക. As I speak, there are two kind of people here. One just hear the message. ചില ആൾക്കാർ റിയൽ റെവലേഷൻ ആയിട്ട് Some receive it as a pure revelation. എങ്ങനെ ഏറ്റെടുക്കുന്നോ അതുപോലെ റിസൾട്ട് വരും. How you receive it, your result shall be similar. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഹെവൻലി പ്ലേസിൽ ഇരിക്കുവാണെങ്കിൽ, Secondly, if you are in the heavenly places, ദൈവത്തിന്റെ അതേ അന്തരീക്ഷം, അതേ ഗ്ലോറി നിങ്ങളിൽ കൂടെ വെളിപ്പെടാൻ വേണ്ടി തുടങ്ങും. the same glory, the same environment of heaven shall be manifested through you. നിങ്ങൾ എവിടെ ചെന്നാലും ദൈവത്തിന്റെ ശക്തി നിങ്ങളിലൂടെ മൂവ് ചെയ്യും. Wherever you go, the power of God shall move with you. അപ്പോസ്തലന്മാർ നടക്കുന്ന സമയത്ത് അവരിൽ കൂടെ ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. As apostles moved around, the power of God was manifested through them. അവരുടെ കയ്യിൽ ഒരു കർച്ചീഫ് താഴെ പോയാൽ ആ കർച്ചീഫെ പോയി തൊട്ടാൽ സൗഖ്യം ലഭിക്കും. Even when the kerchief fell down, those who touched that were healed. അവരുടെ നിഴൽ തട്ടിയാൽ സൗഖ്യം ലഭിക്കും. Those who felt their shadow were healed. നിങ്ങൾ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നു എന്ന റെവലേഷൻ ഉണ്ടെങ്കിൽ ഇതേ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കൂടെ സംഭവിക്കും. If the same revelation of being in the heavenly places is there in you, this shall happen through you. ലാസ്റ്റത്തെ ഒരു പോയിന്റ് ഞാൻ പറയട്ടെ. The last point. സ്വർഗ്ഗത്തിൽ രോഗമില്ല. There is no sickness in heaven. നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന റെവലേഷൻ നിങ്ങൾക്ക് വെളിപ്പെട്ടാൽ രോഗമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകും. If you understand where you are placed, every sickness shall leave your body. ഞാൻ കണ്ട റെവലേഷൻ ഒന്ന്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. Firstly, what I received from the Lord is diseases, sickness regarding the heart are going to be healed right now. രണ്ടാമത്തെ കാര്യം ഞാൻ കണ്ട കാര്യം, ചില രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. അങ്ങനെയുള്ള ചില രോഗങ്ങൾ നിങ്ങൾക്ക് ഹോപ്പ്ലെസ് ആണ്, ആ രോഗങ്ങൾ ദൈവം മാറ്റി. There are some diseases that you feel is hopeless. You have tried medicines, there's no change. Those are going to change, move away as well. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ ആ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വെളിപ്പെടും. If you believe wherever you are right now, in the same place, this shall be manifested. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ റെവലേഷനെ ഞാൻ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. I want to release this revelation into your lives today. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. റബോ ഷഹറത് ലിഖോറിയോ ഷഹറദോനിയ റബോ ലഹറദോനി സിബോറിക ഷിഗാറിയോ ലഹന്തനമോ ഷഹറതീരിയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ ആ സൗഖ്യത്തിൻ്റെ തലം ഇവിടെ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സർജറി പറഞ്ഞിരിക്കുന്ന ആ രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ അത് കർത്താവ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അത് ഏത് രാജ്യത്തിരുന്ന് കേൾക്കുന്നവരാണെങ്കിലും ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ സമയത്ത് സൗഖ്യത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്കിന്നുകളുടെ അലർജീസ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്കിന്നുകളെ തൊടുന്ന കൃപയ്ക്കായിട്ട് നാം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ബ്ലഡിൻ്റെ സകല അബ്നോർമാലിറ്റീസും യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് മാറിപ്പോട്ടെ. ചില അലർജികൾ, ഒരു തരത്തിലും മാറാത്ത അലർജികളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവിൻ്റെ കരം വന്ന് അതിനെ ക്യാൻസൽ ചെയ്യുക.
അതിനെ ക്യാൻസൽ ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ. അതിനെ അതുപോലെ ഞാൻ റിലീസ് ചെയ്യുന്നു, അതുപോലെ റിലീസ് ചെയ്യുന്നു. ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ അത് 29 ബന്ധപ്പെട്ട 29 അങ്ങനെ ഒരു വ്യക്തി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയോട് ദൈവം പറയുവാണ്, നിന്റെ പൊസിഷനെ മാറ്റി ദൈവം അടുത്ത ലെവലിലോട്ട് മാറ്റാൻ വേണ്ടി പോവാം യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ കാണുന്ന റെവലേഷൻ, നീ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് ദൈവം ഉയർത്താൻ വേണ്ടി പോവുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ആ വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ ആ ഒരു തലത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവ്, ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയുടെ മേൽ കർത്താവ് ഇതേ റെവലേഷൻ വെളിപ്പെടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒന്നിലധികം വ്യക്തികൾ കർത്താവ് ഒരു ഗ്രൂപ്പിനെ അങ്ങ് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുന്ന കൃപയ്ക്കായിട്ട് നന്ദി. അവർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ മാനിഫെസ്റ്റേഷൻ സംഭവിക്കട്ടെ. അവരുടെ പ്രാർത്ഥനയിൽ കർത്താവെ ശക്തി വെളിപ്പെടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരിൽ കൂടെ പ്രവചനങ്ങൾ വെളിപ്പെടട്ടെ. അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമാറാകട്ടെ. അവരുടെ സകല ബുദ്ധിമുട്ടും മാറട്ടെ. അവർ സകലത്തിലും തൃപ്തിയുള്ളവരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിലും തൃപ്തി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ ഒരു തലത്തെ ഞാനിപ്പോൾ റിലീസ് ചെയ്യുന്ന കർത്താവെ, അതങ്ങ് ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദി. അതങ്ങ്